കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പാൻ ദൈവമായ കർത്താവ് നിർത്തിയിരിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ചില ടെക്നിക്കൽ പ്രോബ്ലം മുഖാന്തരം ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ കഴിയാതെ പോയി. എങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കുവാനും ശുശ്രൂഷിപ്പാനൊക്കെയും ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് രാത്രിയിലും വീണ്ടും നമുക്ക് ഒരുമിച്ച പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. ഈ പകലിൽ ദൈവമായ കർത്താവ് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി ആമേൻ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. കാലുകളിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിലെ കണ്ണുനീരിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇരുകരങ്ങളിൽ ചേർത്തടിച്ച നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രകൃതിയിൽ ആമേൻ ചൂടിന്റെ ആമേൻ ബുദ്ധിമുട്ടുകൾ അനേകരെ അസഹ്യപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, യുദ്ധത്തിൻ്റെതാകുന്ന പ്രതിസന്ധികൾ ലോകരാജ്യങ്ങളിൽ ആമേൻ അനേകരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, ആമേൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നുവെന്ന് പറഞ്ഞ കർത്താവിന്റെ കരങ്ങളിൽ താണിരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ആമേൻ ഈ പാട്ടിന്റെ ഈരണികൾ ശ്രമിക്കാം. ആമേൻ. വെറും ഒരു സംഗീതമല്ല, കരഞ്ഞ ഹൃദയങ്ങളുടെ പ്രാർത്ഥനയാണ്. തകർന്ന വീടുകൾക്ക് പുനർനിർമ്മാണത്തിന്റെ ശബ്ദം, നിരാശപ്പെട്ട ആത്മാക്കൾക്ക് പ്രത്യാശയുടെ പ്രഖ്യാപനം. ആമേൻ. നീ എവിടെയായാലും ആമേൻ ഈ ഗാനം ആമേൻ നിനക്കായിരിക്കും, നിന്റെ വീട്ടിനായിരിക്കും. കണ്ണുനീരിനെ സാക്ഷ്യമായി മാറ്റുന്ന ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആമേൻ ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. വിശ്വാസത്തിന്റെ മതിൽ ഉയർത്താം. പ്രാർത്ഥനയുടെ തീ വീണ്ടും കത്തട്ടെ. കുടുംബം മുഴുവൻ ദൈവത്തെ വേട്ടേ വരട്ടെ. കുലമുറകൾ നിന്റെ നാമം പാടട്ടെ. വീടുകൾ സാക്ഷിയായി മാറട്ടെ. നമ്മുടെ ജീവിതം വെളിച്ചമാകട്ടെ. ജീവിക്കുന്ന ദൈവം മഹത്വപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം കേട്ടതുപോലെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. പ്രിയ ദൈവജനമേ, ഇന്ന് ഈ അനുഗ്രഹീതമായ സമയത്ത് ആമേൻ നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ഭാരമുണ്ടായാലും, എന്ത് വേദനയുണ്ടായാലും, എന്ത് ചോദ്യങ്ങൾ ഉണ്ടായാലും ദൈവം ഇന്ന് സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഇന്നും ഇടപെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകിച്ച് തകർന്ന കുടുംബങ്ങൾക്കായി, അത് നിശബ്ദമായി കരയുന്ന ഹൃദയങ്ങൾക്കായി, പ്രാർത്ഥന ആ മങ്ങിയ വീടുകൾക്കായി അത് ദൈവം ഒരു സന്ദേശവുമായി നമുക്കിടയിൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എല്ലാ കത്തുകളും അടച്ചാട്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്തൃപ്രാതപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുകയാണ്. ഇപ്പോൾ ഈ ലൈവിൽ കാണുന്ന ഓരോ വ്യക്തിയെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് സ്പർശിക്കട്ടെ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ആമേൻ. നിരാശപ്പെട്ടവർക്ക് പ്രത്യാശ നൽകണമേ. തകർന്ന വീടുകൾ പുനർനിർമ്മിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ സമയം മുഴുവൻ അവിടുത്തെ നിയന്ത്രണത്തിൽ കർത്താവേ, അവിടുന്ന് ആർമി ചെയ്യുന്ന വചനം കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളിലും അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ആത്മനിറവോടെ ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. സകല മഹത്വവും മാനവും പൂഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ അക്കരങ്ങളെ തട്ടി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുവാൻ പോകുന്ന വചനം നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ്. നമ്മെ ബലപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ്. ആമേൻ. ഇന്ന് രാത്രി ദൈവജനമേ, അതേ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തകർന്ന മതിലുകൾ പുനർനിർമ്മിക്കുന്ന ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മുടെ ജീവിതങ്ങളെ പണിയുവാൻ, നമ്മുടെ കുടുംബങ്ങളെ പണിയുവാൻ, നമ്മുടെ ആമേൻ രാജ്യങ്ങളെ പണിയുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. നാം വായിക്കുവാൻ പോകുന്ന വചനം നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യമാണ്. ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ആമേൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. അതേ നെഹെമ്യാവ് യെരൂശലേമിന്റെ അവസ്ഥ ആമേൻ കേട്ടപ്പോൾ, ഹല്ലേലൂയ, കണ്ടപ്പോൾ അവൻ ഇരുന്ന് കരയുവാൻ തക്കവണ്ണം ഇടയായി. അതേ കരയുക മാത്രമല്ല, അവൻ ഉപവസിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവൻ കരയുകയും ഉപവസിക്കുകയും മാത്രമല്ല, അവൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നോക്കണമേ, നെഹെമ്യാവ് യെരൂശലേമിന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ, യെരൂശലേമിന്റെ അവസ്ഥ കണ്ടപ്പോൾ, യെരൂശലേമിന്റെ അവസ്ഥ കേട്ടപ്പോൾ അവൻ ഇരുന്ന് കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവിടെ നിന്നാണ് ഒരു പുനർനിർമ്മാണം ആരംഭിച്ചത്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും അതേ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അതിനാൽ ഹൃദയം തുറന്നു കേൾക്കൂ. ദൈവം നിനക്കായി, അതേ നിന്റെ കുടുംബത്തിനായി, നിന്റെ ജീവിതത്തിനായി സംസാരിക്കുന്നു. ഒന്ന്, കരച്ചിലിന്റെ കാലം. ഹല്ലേലൂയ. അതേ മനുഷ്യരുടെ യഥാർത്ഥ്യം. ഹല്ലേലൂയ. ആമേൻ. യാഥാർത്ഥ്യം. ഹല്ലേലൂയ. ആമേൻ. നാം ഒന്ന് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ഇന്ന് നാം ജീവിക്കുന്നത് ഒരു വിചിത്രമായ കാലഘട്ടത്തിലാണ്. ഹല്ലേലൂയ. പുറത്തു ചിരിയും ആമേൻ ഉള്ളിൽ കരച്ചിലും നിറഞ്ഞൊരു കാലം. ഹല്ലേലൂയ. ജീവിതത്തിൽ ചില സമയങ്ങളിൽ മനുഷ്യൻ മാറി നിന്ന് കരയേണ്ടതായി വരുന്നു. ഹല്ലേലൂയ. അത് കരയേണ്ടതായി വരും. ആമേൻ. അതൊരു ആമേൻ ദൗർബല്യമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, കരയേണ്ട ഒരു കാലമുണ്ട്, ചിരിക്കേണ്ട ഒരു കാലവുമുണ്ട്. ഹല്ലേലൂയ. അതായത് കരച്ചിൽ ജീവിതത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. പക്ഷെ ഇന്നത്തെ കാലത്ത് ആമേൻ അത് കൂടുതൽ ഗൗരവമുള്ളതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഹല്ലേലൂയ. ഇന്ന് കുടുംബങ്ങളെ നോക്കുമ്പോൾ ആമേൻ ഒരു അദൃശ്യ ആമേൻ സമ്മർദ്ദം
എല്ലായിടത്തും കാണാം. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും നമുക്ക് കാണാം കുടുംബ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. സംസാരിക്കാതെ സൂക്ഷിക്കുന്ന മുറിവുകൾ, ബന്ധങ്ങളുടെ തകർച്ച, അതേ വിശ്വാസം നഷ്ടപ്പെട്ട ഹൃദയങ്ങൾ, അതേ മക്കളുടെ വഴിതെറ്റൽ, അതേ മാതാപിതാക്കളുടെ ഉറക്കമില്ലാത്ത രാത്രിയിൽ. ഹല്ലേലൂയ. ആത്മീയമായ തണുപ്പ്. ആമേൻ. എന്താണ് അതിന്റെ അർത്ഥം? പ്രാർത്ഥന. ആമേൻ. അതേ മങ്ങുന്ന ജീവിതം. സന്ധ്യ പ്രാർത്ഥനയില്ല, പ്രഭാത പ്രാർത്ഥനയില്ല, വ്യക്തിപരമായ പ്രാർത്ഥനയില്ല, മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയം ഇഷ്ടം പോലെ. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ അവൻ ഒരു സ്ത്രീയെ കുറിച്ച് ഭവനത്തിന്റെ വിളക്കാണ് സ്ത്രീ എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. പല ഭവനങ്ങളിലും ആമേൻ അതേ കാര്യങ്ങൾക്കും സമയം ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, പ്രഭാത പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഉപവസിക്കുവാൻ സമയമില്ല, വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ സമയമില്ല. ഹല്ലേലൂയ. ഹന്ന ദൈവ സന്നിധിയിൽ അതേ കരയുന്നവളായിരുന്നു, പ്രാർത്ഥിക്കുന്നവളായിരുന്നു, ഉപവസിക്കുന്നവളായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ. ഹല്ലേലൂയ. ഇന്ന് മിക്ക ഭവനങ്ങളിലും മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. കാരണം ഹല്ലേലൂയ, ആമേൻ, അതേ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ. ഹല്ലേലൂയ. അതേ പ്രതീക്ഷ പോലും തളർത്തുന്ന ഭാരങ്ങൾ. ആമേൻ. ഇതെല്ലാം ചേർന്ന് മനുഷ്യരെ ആമേൻ നിശബ്ദമായി കരയുന്നവരാക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർ നിശബ്ദരായി കരയുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പല കുടുംബങ്ങളിലും ഇന്ന് ഹല്ലേലൂയ അങ്ങനെ ആയിരിക്കുകയാണ്. ഇന്ന് രാത്രി ലൈവിൽ ആമേൻ ഒരു പിതാവ് തന്റെ ഉത്തരവാദിത്വങ്ങളുടെ ഭാരത്തിൽ മൗനത്തിൽ കരയുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഒരു മാതാവ് കണ്ണീരോടെ ദൈവത്തോട് സംസാരിക്കുന്നു. ആമേൻ. ആർക്കും ആമേൻ കാണുവാൻ കഴിയാത്ത, ആമേൻ ആരെയും കാണിക്കുവാൻ അതേ പറ്റാത്ത നിലയിൽ ഒരു യുദ്ധം ആമേൻ പോലെ ആമേൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മക്കൾ ആത്മീയമായി അകന്നു പോകുന്നു. ആത്മീയമായി ആമേൻ തകർന്നു പോകുന്നു. ഹല്ലേലൂയ. ലോകം പിടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തെ. ആമേൻ. ലോകം അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നു. ഹല്ലേലൂയ. പുറത്തെല്ലാം നന്നായി ആമേൻ അതേ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അകത്ത് പല കുടുംബങ്ങളും തകർന്ന അവസ്ഥ. ഹല്ലേലൂയ. തകർന്ന മതിലുകൾ പോലെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഇന്ന് രാത്രിയിലും ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഹൃദയം തകർന്നിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. എത്ര അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടായാലും ഇതൊന്നും ഒരു കാര്യമല്ല എന്ന് ചിന്തിച്ചു പോകുന്ന ലോക ജനതയെ പോലെ ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്നവർ പോലും ഹല്ലേലൂയ ആ നിലയിൽ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി സങ്കീർത്തനത്തിൽ അതേ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തെ ഊന്നി ഞാൻ പറയട്ടെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ ഞാൻ ആത്മാവിൽ അതേ അനുഭവിക്കുന്നത് ആമേൻ ഇത് വെറും ഒരു മാനുഷിക അവസ്ഥയല്ല, ഇതൊരു ആത്മീയ യുദ്ധമാണ്. നീ കരയുന്നത് ആരും കാണുന്നില്ലെന്ന് തോന്നാം, പക്ഷേ ദൈവം കാണുന്നു. ഇന്ന് രാത്രി ഓൺലൈൻ മീറ്റിംഗിൽ പങ്കാളികളായിരിക്കുന്ന ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അതേ സങ്കീർത്തനങ്ങൾ 56:8 ആമേൻ, എന്റെ കണ്ണുനീർ നീ നിന്റെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. നാളുകളായി ചില വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചൊഴുക്കിയ കണ്ണുനീർ ഹല്ലേലൂയ മറുപടി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നീ കരയുക. ആമേൻ. ഓരോ കണ്ണീരും ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും വേണ്ടി ആമേൻ ദൈവാത്മാവിൽ ആമേൻ ഊന്നി ഞാൻ പറയട്ടെ, നിന്റെ വീട്ടിലെ ആ മൗന കരച്ചിൽ ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. നീ ഒറ്റയ്ക്ക് കരയുന്നില്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. ആത്മീയ സത്യത്തിന്റെ
ആമേൻ ആദരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നയിക്കുന്ന ആമേൻ ഒരു കാലയളവാണ്. ഹല്ലേലൂയ. കരച്ചിൽ ഒരു അവസാനമല്ല, അത് ദൈവത്തിന്റെ ഇടപെടലിന് മുന്നോടിയാണ്. ഹല്ലേലൂയ. തകർച്ച ഒരു ശാപമല്ല, അത് പുനർനിർമ്മാണത്തിന്റെ തുടക്കമാണ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ പ്രവാചകനിലൂടെ ജനത്തോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട വർഷങ്ങളെ ഞാൻ തിരികെ തരാമെന്ന്. ഹല്ലേലൂയ. ആരുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില സമയങ്ങൾ, ആമേൻ, ചില സന്ദർഭങ്ങൾ, ചില നന്മകൾ, ഹല്ലേലൂയ, ചില ശുശ്രൂഷകൾ, ഹല്ലേലൂയ, ചില സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ട വർഷങ്ങളെ ഞാൻ തിരികെ തരാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രഖ്യാപിക്കുന്നു, മൗനത്തിൽ കരയുന്ന ഓരോ പിതാവിനും, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഓരോ മാതാവിനും, ഹല്ലേലൂയ, വഴി തെറ്റി എന്ന് തോന്നുന്ന ഓരോ തലമുറകളും, ഹല്ലേലൂയ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതേ ഇടപെടുന്നു. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ തകർന്ന മതിലുകൾ വീണ്ടും പണിയപ്പെടും. നിന്റെ കണ്ണുനീർ സാക്ഷ്യമായി മാറും. കരച്ചിലിന്റെ കാലം അവസാനിക്കും. ദൈവത്തിന്റെ ഇടപെടലിന്റെ കാലം ആരംഭിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ആമേൻ ഒരു ദൈവ മനുഷ്യന്റെ കരച്ചിലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ നെഹമ്യാവിന്റെ കരച്ചിലിനെ കുറിച്ച്. പ്രിയ ദൈവജനമേ, കരച്ചിൽ എല്ലാവർക്കും ഉണ്ടാകാം, പക്ഷെ എല്ലാ കരച്ചിലും ഒരുപോലെയല്ല. ആമേൻ. പലരും കരയാറുണ്ട്. ഹല്ലേലൂയ. ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിന്റെ മുമ്പിൽ കരയാറുണ്ട്, അപ്പന്റെ മുമ്പിൽ കരയാറുണ്ട്, ആമേൻ, ആമേൻ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ കരയാറുണ്ട്. എന്നാൽ നെഹമ്യാവിന്റെ കരച്ചിൽ ആരുടെയും മുമ്പിൽ ആമേൻ ആയിരുന്നില്ല. ആമേൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന്റെ മുമ്പിലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം അതേ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു, ഞാൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞു. ഹല്ലേലൂയ. നെഹമ്യാവ് പറയുകയാണ്, ഞാൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞു. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ ദുഃഖിച്ചു, ഉപവസിച്ചു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നത് ഒരു മനുഷ്യന്റെ കരച്ചിൽ മാത്രമല്ല, അവൻ ഒരു ദൈവിക പ്രതികരണമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ചിലരുടെ വാക്കുകൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ചില വാർത്തകൾ, ആമേൻ, നിന്റെ കാതിൽ കേൾക്കുമ്പോൾ നെഹമ്യാവിനെ പോലെ ആമേൻ വെറും കരച്ചിലല്ല, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കരയുമെങ്കിൽ ആ വിഷയത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഇടപെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. നെഹമ്യാവ് യെരൂശലേമിന്റെ അവസ്ഥയെ കുറിച്ച് കേട്ടപ്പോ, ഹല്ലേലൂയ, അവൻ സാധാരണ പോലെ പ്രതികരിച്ചില്ല. അവൻ ഇരുന്ന് കരഞ്ഞു, അവൻ ഉപവസിച്ചു, അവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇതിൽ ഒരാഴമുള്ള ആത്മീയ സത്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ഹല്ലേലൂയ. അവന്റെ കരച്ചിൽ ഒരു പ്രശ്നത്തിന്റെ പ്രതികരണം മാത്രമല്ല, ആമേൻ, ഒരു ദൈവത്തിന്റെ ഹൃദയവുമായി ബന്ധപ്പെടലാണ്. ഹല്ലേലൂയ. ആമേൻ. യെരൂശലേം തകർന്നത് ആമേൻ ഒരു നഗരത്തിന്റെ പ്രശ്നമല്ല, ആമേൻ, ദൈവത്തിന്റെ മഹത്വം അപമാനിക്കപ്പെട്ട അവസ്ഥയായിരുന്നു. ആമേൻ. അതുകൊണ്ട് നെഹമ്യാവിന്റെ ഹൃദയം തകർന്നു. ഇന്ന് പലരും കരയുന്നു. ഹല്ലേലൂയ. പക്ഷെ എന്തിനാണ് കരയുന്നത്? ചിലർ സാഹചര്യം കൊണ്ട് കരയുന്നു. ഹല്ലേലൂയ. അയ്യോ, എനിക്ക് ഈ ഗതി വന്നല്ലോ, ഇങ്ങനൊരു വിവാദം എനിക്ക് ആവശ്യമില്ലായിരുന്നു, ഇങ്ങനൊരു ജീവിതം എനിക്ക് ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ സാഹചര്യം കൊണ്ട് കരയുന്നു. ഹല്ലേലൂയ. എന്നാൽ യെരമ്യാവിന്റെ കരച്ചിൽ അങ്ങനെയായിരുന്നില്ല. ഹല്ലേലൂയ. അയ്യോ, ഈ സ്ഥലം എനിക്ക് വേണ്ടായിരുന്നു, ഈ ശുശ്രൂഷ എനിക്ക് വേണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനൊരു ഭർത്താവിന് എനിക്ക് വേണ്ടായിരുന്നു, ഇങ്ങനൊരു ഭാര്യ എനിക്ക് വേണ്ടായിരുന്നു, ഇങ്ങനൊരു തലമുറ എനിക്ക് വേണ്ടായിരുന്നു. ആമേൻ. ഇങ്ങനെയുള്ള ഒരു ദേശം എനിക്ക് വേണ്ടായിരുന്നു. ആമേൻ. ഇന്ന് അനേകരുടെ കരച്ചിൽ അങ്ങനെയല്ലേ? ഹല്ലേലൂയ.
എന്നാൽ യിരെമ്യാവിന്റെ കരച്ചിൽ അങ്ങനെയായിരുന്നില്ല. ആമേൻ. ചിലർ സാഹചര്യത്തിനെ കൊണ്ട് കരയുമ്പോൾ, ചിലർ നഷ്ടം കൊണ്ട് കരയുമ്പോൾ, ചിലർ നിരാശ കൊണ്ട് കരയുമ്പോൾ, ഹല്ലേലൂയ, നെഹെമ്യാവിനെ ശ്രദ്ധിച്ചേ. നെഹെമ്യാവ് കരഞ്ഞത് ദൈവത്തിന്റെ കാര്യം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജോർജ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഒരു ആത്മീയ ചോദ്യം. ആമേൻ. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, ഹല്ലേലൂയ, നിന്റെ കരച്ചിൽ പരാതിയാണോ? നിന്റെ കരച്ചിൽ പരാതിയാണോ? എന്തിന് എനിക്ക് മാത്രം ആമേൻ എന്ന് ചോദിക്കുന്ന കരച്ചിലോ? അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിനുള്ള കരച്ചിലാണോ? ഹല്ലേലൂയ. ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം ആമേൻ എന്ന് ചോദിക്കുന്ന കരച്ചിലോ? ആമേൻ. ഇതാണ് വ്യത്യാസം പ്രിയരേ. ആമേൻ. ഒരു കരച്ചിൽ നമ്മെ തകർക്കും, മറ്റൊരു കരച്ചിൽ നമ്മെ ദൈവത്തിന്റെ ഉപകരണമായി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കരച്ചിൽ എന്തിനായിട്ടുള്ളതാണ്? ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 66:2. ഹല്ലേലൂയ. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. Thank you, Lord Jesus. നന്ദി കർത്താവേ. Thank you, Lord Jesus. Praise you, Jesus. Hallelujah. Thank you, Lord Jesus. Amen, Jesus. Hallelujah. Thank you, Jesus. Glory to God, Jesus. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66:2. ആമേൻ. എന്റെ വചനത്തിൽ നടുങ്ങുന്ന ദരിദ്രനും ഹൃദയം തകർന്നവനെയും ഞാൻ കണക്കാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നോക്കുന്നത് കരച്ചിലിന്റെ ശബ്ദമല്ല, ഹല്ലേലൂയ, കരച്ചിലിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ ആത്മാവ്, ഹല്ലേലൂയ, ആമേൻ, ചില ജീവിതങ്ങളോട് ഇടപെടുകയാണ്. രാത്രി പരിശുദ്ധാത്മാവ് കൃത്യമായി ആമേൻ ചില ജീവിതങ്ങളോട് സംസാരിക്കും. രാത്രി ആമേൻ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നത് ദൈവം ചില ഹൃദയത്തിൽ നെഹെമ്യാവിന്റെ കരച്ചിൽ ഉയർത്തുന്നു. നീ ഇനി വെറും സ്വന്തം പ്രശ്നങ്ങൾക്കായി മാത്രം കരയുകയല്ല, നിന്റെ കുടുംബത്തിനായി നീ കരയുക, നിന്റെ സഭയ്ക്കായി നീ കരയുക, ഈ തലമുറയ്ക്കായി കരയുക. ഇതൊരു മാറ്റത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 126:5 ആമേൻ ഇങ്ങനാണ് ആമേൻ നാം വായിക്കുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൊയ്യും. ആമേൻ. ഹല്ലേലൂയ. അതെ, ദൈവിക കരച്ചിൽ എപ്പോഴും ഫലം ഉളവാക്കുന്നതാണ്. ഹല്ലേലൂയ. എപ്പോഴും ഫലം നൽകുന്നതാണ്. ആമേൻ. ഇന്ന് രാത്രി നീ ഏതെങ്കിലും വിഷയത്തിനകത്ത് കരയുന്ന ഒരു അനുഭവമുള്ളവരാണ്. ഹല്ലേലൂയ. Thank you, Lord Jesus. പരാതിയുടെ കരച്ചിൽ പ്രാർത്ഥനയുടെ കരച്ചിലായി മാറട്ടെ. ആമേൻ. നിരാശയുടെ കണ്ണുനീർ പുനർനിർമ്മാണത്തിന്റെ വിത്തായി മാറട്ടെ. ആമേൻ. നിന്റെ ഹൃദയം ആമേൻ ദൈവത്തിന്റെ ഹൃദയമായി ഒരുമിക്കട്ടെ. ആമേൻ. നെഹെമ്യാവിനെ പോലെ നീ കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ ആമേൻ നീ എഴുന്നേൽക്കും. ഹല്ലേലൂയ. തകർന്ന മതിലുകൾ വീണ്ടും പണിയപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. നിന്റെ കരച്ചിൽ ഒരു ദൈവിക ദൗത്യമായി മാറുവാനിടയായി. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ആമേൻ ഞാൻ പ്രവചിക്കുന്നു. ആമേൻ. ദൈവം കരച്ചിലിനെ പ്രവൃത്തിയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കരച്ചിൽ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടതാണ്.
പക്ഷെ ദൈവം നമ്മെ കരച്ചിലിൽ തന്നെ നിർത്തുന്നില്ല. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയിൽ ആമേൻ കരച്ചിൽ ഒരു ആമേൻ തുടക്കമാണ്. ആമേൻ അത് പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ആമേൻ അതൊരു ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു, വരുവിൻ നമുക്ക് യെരൂശലേമിന്റെ മതിൽ പണിയാം. ഹല്ലേലൂയ. ഇത് വെറും ആമേൻ ഒരു ക്ഷണമല്ല, ഇതൊരു പ്രവചന വാക്കാണ്. ഹല്ലേലൂയ. ആമേൻ. നെഹെമ്യാവ് കരഞ്ഞു. ആമേൻ. അവൻ ദുഃഖിച്ചു. ആമേൻ. അവൻ ഉപവസിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവൻ ഹല്ലേലൂയ ഏതിലെങ്കിലും ഒന്നിൽ ആമേൻ ഒതുങ്ങിയില്ല. ഏതെങ്കിലും ഒന്നിൽ അവൻ അവസാനിപ്പിച്ചില്ല. ഹല്ലേലൂയ. അവൻ ദുഃഖത്തിൽ അവസാനിപ്പിച്ചില്ല. അവൻ ഉപവാസത്തിൽ അവസാനിപ്പിച്ചില്ല. അവൻ പ്രാർത്ഥനയിൽ അവസാനിപ്പിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ എങ്ങും അവനെ നിർത്തിയില്ല. ആമേൻ. ദൈവം അവനെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ആ കരച്ചിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ഒരു ദൗത്യം നൽകി. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ആമേൻ രീതി അല്ലെങ്കിൽ ശൈലി. ആമേൻ. ദൈവം നിന്റെ കരച്ചിൽ കേൾക്കും. ഹല്ലേലൂയ. പക്ഷേ അതിനെ പ്രവൃത്തിയായി മാറ്റും. ആമേൻ. നിന്റെ വേദനയെ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹമാക്കി മാറ്റും. ആമേൻ. നെഹെമ്യാവ് ഒരിക്കൽ കരഞ്ഞ മനുഷ്യനായിരുന്നു. ആമേൻ. പിന്നീട് പണിയുന്ന നേതാവായി മാറി. ഹല്ലേലൂയ. ആമേൻ. ഈ ദൂതിലൂടെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. ഹല്ലേലൂയ. കരച്ചിൽ മാത്രം പോരാ, പ്രാർത്ഥന മാത്രം പോരാ, എഴുന്നേറ്റ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇന്ന് പലരും പ്രാർത്ഥിക്കാറുണ്ട്, പലരും ആമേൻ കരയാറുണ്ട്, പക്ഷെ ജീവിതത്തിൽ എന്തില്ല? പ്രവൃത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, ദൈവമേ എന്നെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്നൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എന്തിനാ പ്രാർത്ഥിച്ചെന്ന് പോലും എന്ത് ചെയ്യാറില്ല. ആമേൻ. പ്രസംഗിക്കാനാണോ, പാടാനാണോ, വായിക്കാനാണോ? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്തിനാ പ്രാർത്ഥിച്ചെന്ന് പോലും യാതൊരു ബോധവും ഇല്ലാതായിരിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നെഹെമ്യാവിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇടിഞ്ഞു കിടക്കുന്ന മതിൽ പണിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എഴുന്നേറ്റ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇന്ന് പലരും പ്രശ്നങ്ങൾക്കായി കരയുന്നു. പക്ഷെ ദൈവം ചോദിക്കുന്നത്, നീ എത്ര കാലം കരയും? ജീവിതകാലം മുഴുവൻ ആമേൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതേ കാലം നോക്കിയാൽ ദൈവം ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയല്ലാതെ ജീവിതമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരച്ചിലല്ലാതെ പ്രവൃത്തിയില്ല. ഹല്ലേലൂയ. ആമേൻ. ആഴ്ചയിൽ ആമേൻ ഉപവസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. പക്ഷേ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. നീ എത്ര കാലം കരയും? ഇപ്പോൾ നീ എന്ത് ചെയ്യാൻ തയ്യാറാണ്? ആമേൻ. യാക്കോബ് അപ്പോസ്തലൻ ആമേൻ 2:17 ആമേൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. എന്താ അതിന്റെ അർത്ഥം? മരിച്ചതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചിരിക്കുന്നു എന്നാണ്. അതായത് പ്രാർത്ഥന പ്രവൃത്തിയിലേക്ക് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് വ്യക്തമായി ഇടപെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. എഴുന്നേൽക്കണം. ഹല്ലേലൂയ. പ്രവർത്തിക്കണം. ആമേൻ. പണിയണം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് പണിയാം. ആമേൻ. ഇതൊരു സാധാരണ വാക്കല്ല, ഇത് നിന്റെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. ആമേൻ. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം പറയുന്നു, വീണ്ടും പണിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് ദൈവം പറയുന്നു, വീണ്ടും പണിയാം. ആമേൻ. നിന്റെ തലമുറയെ കുറിച്ച് ദൈവം പറയുന്നു, വീണ്ടും ഉയരും. ഹല്ലേലൂയ. നീ ആമേൻ ഇതുവരെ കരഞ്ഞു, ആമേൻ നീ വേദനിച്ചു, നീ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ നിന്നെ നോക്കി പറയുന്നു, ഹല്ലേലൂയ. ആമേൻ. കരഞ്ഞത് മതി, നീ എഴുന്നേറ്റ് പണിയേണ്ട സമയമാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61:4 ആമേൻ. അവർ പഴയ അവശിഷ്ടങ്ങളെ പണിയും. ഹല്ലേലൂയ. ഇത് നിനക്കുള്ള
വാഗ്ദാനമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഈ ദൂത് ഏറ്റെടുക്കും? ഹല്ലേലൂയ. അതേ, കരച്ചിലിൽ നിന്ന് നീ എഴുന്നേൽക്കും, വേദനയിൽ നിന്ന് നീ ദൗത്യത്തിലേക്ക് കടക്കും. ഹല്ലേലൂയ. തകർന്ന ഇടങ്ങളിൽ നീ പണിയുന്നവനാകും. ആമേൻ. ദൈവം നിനക്ക് ശക്തി നൽകും. ആമേൻ. ദർശനം നൽകും. ആമേൻ. ധൈര്യം നൽകും. നീ കരഞ്ഞവൻ മാത്രമല്ല, നീ പണിയുന്നവനാണ്. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി ഈ ദൂത് ഏറ്റെടുക്കും? ഹല്ലേലൂയ. ആമേൻ. തകർന്ന മതിലുകൾ, ഹല്ലേലൂയ, ആമേൻ, അത് കുടുംബങ്ങളുടെ ചിത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ചില ജീവിതങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി, ചില കുടുംബങ്ങളെ കുറിച്ച്, ചില തലമുറകളെ കുറിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പ്രിയ ദൈവജനമേ, യെരൂശലേമിന്റെ മതിൽ, ആമേൻ, തകർന്നത് ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഇന്നത്തെ കുടുംബങ്ങളുടെ ആത്മീയ അവസ്ഥയുടെ ഒരു ശക്തമായ, ആമേൻ, ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നെഹെമ്യാവിന്റെ പുസ്തകം, ആമേൻ, 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, ആമേൻ, യെരൂശലേമിന്റെ മതിൽ തകർന്നിരിക്കുന്നു, അതിന്റെ വാതിലുകൾ തീ കൊണ്ട്, ആമേൻ, ചുട്ടുപോയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇത് കേട്ടപ്പോൾ നെഹെമ്യാവ് കരഞ്ഞു. കാരണം അവൻ മനസ്സിലാക്കി, മതിൽ തകർന്നാൽ നഗരം സുരക്ഷിതമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അതേ അവസ്ഥ പല കുടുംബങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പല ജീവിതങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യെരൂശലേമിന്റെ മതിൽ തകർന്നതുപോലെ ഇന്ന് പല കുടുംബങ്ങളുടെ ആത്മീയ മതിലുകൾ തകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ മതിലുകൾ എന്താണ്? ഒന്ന്, വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പരം എന്തില്ല? വിശ്വാസമില്ല. ഹല്ലേലൂയ. ആമേൻ. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല. ആമേൻ. കണക്കുകളുടെ കാര്യത്തിൽ, സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ, ഹല്ലേലൂയ, ആമേൻ, വിശ്വാസമില്ല. ആമേൻ. അതെ, ഇന്ന് അനേക കുടുംബങ്ങളിലെ പ്രശ്നം, ആമേൻ, എന്താണ്? പരസ്പരം വിശ്വാസമില്ലായ്മ. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവത്തിൽ ഉറച്ച്, ആമേൻ, നിൽപ്പ്. ഹല്ലേലൂയ. ആമേൻ. സ്നേഹം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പല ജീവിതങ്ങളിലും ആത്മാർത്ഥമായ സ്നേഹമില്ല. ഹല്ലേലൂയ. ബന്ധങ്ങളെ ചേർക്കുന്ന ശക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥന, ആമേൻ, ദൈവവുമായി ബന്ധിപ്പിക്കുന്ന വഴികൾ. ഹല്ലേലൂയ. ദൈവഭയം പാപത്തിൽ നിന്ന്, ആമേൻ, കാത്ത്, ആമേൻ, ഹല്ലേലൂയ, നിർത്തുന്ന വ്യക്തി. ഹല്ലേലൂയ. വിശുദ്ധി ആത്മീയ സംരക്ഷണത്തിന്റെ കോട്ടയാണ്. ആമേൻ. ഈ മതിലുകൾ, ആമേൻ, നിലനിൽക്കുമ്പോൾ കുടുംബം, ആമേൻ, സുരക്ഷിതമാണ്. പക്ഷേ, ആമേൻ, ഈ മതിലുകൾ തകർന്നാൽ ശത്രുവിന് വാതിലുകൾ തുറക്കപ്പെടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവസഭയ്ക്ക് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, ആമേൻ, ഇങ്ങനെ രേഖപ്പെടുത്തിയത്. ഹല്ലേലൂയ. നിങ്ങളുടെ വൈരാഗിയായ പിശാച് ഗർജിക്കുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അപ്പോ പിശാച് വൈരാഗിയാണ് കേട്ടോ. ഹല്ലേലൂയ. അവൻ ഗർജിക്കുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു. അവൻ കാത്തിരിക്കുന്നു. ആമേൻ. മതിലുകൾ തകർന്ന ഒരിടം. ഹല്ലേലൂയ. ഇന്ന് പല വീടുകളിലും നോക്കിക്കേ. ഹല്ലേലൂയ. മതിലുകൾ തകർന്നു കിടക്കുകയല്ലേ, ഇടിഞ്ഞു കിടക്കുകയല്ലേ. ഹല്ലേലൂയ. ടെലിവിഷൻ ഉണ്ട്, മൊബൈലുണ്ട്, ആമേൻ, പണമുണ്ട്, ഹല്ലേലൂയ, ഇന്റർനെറ്റ് ഉണ്ട്, ഹല്ലേലൂയ. പക്ഷേ പ്രാർത്ഥനയില്ല. ഭാര്യയും ഭർത്താവും, ആമേൻ, അതെ, മൊബൈലിന്റെ മുമ്പിലും ഇന്റർനെറ്റിന്റെ മുമ്പിലും പണമുണ്ടാക്കാൻ, ഹല്ലേലൂയ, ദിവസം മുഴുവൻ ഇരിക്കും. ആമേൻ. മക്കളും അതിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ കൊണ്ട് ജീവിക്കും. പക്ഷേ, ആമേൻ, ആത്മീയതയില്ല, പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. ഇതാണ് പ്രിയരെ ഏറ്റവും വലിയ അപകടം. പുറത്ത് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, പക്ഷേ അകത്ത് ആത്മീയ ശൂന്യത വർദ്ധിക്കുന്നു. ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ ശ്രോതാവേ, നിന്റെ വീട്ടിലെ അവസ്ഥ ഇതല്ലേ? അമ്മേ, നിന്റെ സഹോദരങ്ങളുടെ അവസ്ഥ ഇതല്ലേ? നിന്റെ കൂടപ്പിറപ്പിന്റെ അവസ്ഥ ഇതല്ലേ? പുറത്ത് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, പക്ഷേ അകത്ത് ആത്മീയ ശൂന്യത വർദ്ധിക്കുന്നു. ആത്മീയ സത്യങ്ങൾ, മതിലില്ലാത്ത നഗരം,
ആമേൻ. എത്ര സുന്ദരമായാലും സുരക്ഷിതമല്ല. ആമേൻ. അതുപോലെ പ്രാർത്ഥനയില്ലാത്ത കുടുംബം എത്ര ആമേൻ അത് സമ്പന്നമായാലും സുരക്ഷിതമല്ല കേട്ടോ. സങ്കീർത്തനങ്ങൾ 127:1 ആമേൻ ഇപ്രകാരം വായിക്കുന്നത്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരുടെ പ്രയത്നവും വ്യർത്ഥമാണ്. ഹല്ലേലൂയ. അതെ, ദൈവമില്ലാത്ത വീട് ഭിത്തികളില്ലാത്ത നഗരം പോലെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ കുറിച്ച്, ചില വീടുകളെ കുറിച്ച് ആമേൻ കാണിക്കുന്ന ഇപ്രകാരം, ആമേൻ പല വീടുകളിലും അദൃശ്യമായ തകർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പല വീട്ടിനകത്തും അദൃശ്യമായ ചില തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതേ പ്രാർത്ഥന ആമേൻ അത് കുറഞ്ഞു. ആമേൻ. പ്രാർത്ഥന മങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു, നിന്റെ മതിലുകൾ പുനർനിർമ്മിക്കൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കുടുംബത്തെ ആത്മീയമായി കാത്തു സൂക്ഷിക്കൂ. രാത്രി ചില കുടുംബങ്ങളോട്, ചില ജീവിതങ്ങളോട് ആമേൻ ദൈവാത്മാവ് പറയുവാനായി പറയുന്നു, തകർന്ന വിശ്വാസം വീണ്ടും പണിയപ്പെടും. ആമേൻ. തണുത്ത സ്നേഹം വീണ്ടും ആമേൻ പുതുതാക്കപ്പെടും. ഹല്ലേലൂയ. മങ്ങിപ്പോയ പ്രാർത്ഥന വീണ്ടും ജ്വലിക്കും. ആമേൻ. ദൈവഭയം വീണ്ടും ഉയരും. ആമേൻ. വിശുദ്ധി വീണ്ടും ഉയരും. ഹല്ലേലൂയ. വിശുദ്ധി വീണ്ടും സ്ഥാപിക്കപ്പെടും. ആമേൻ. നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം വീണ്ടും വസിക്കും. ആമേൻ. തകർന്ന മതിലുകൾ വീണ്ടും ഉയരും. ആമേൻ. നിന്റെ കുടുംബം വീണ്ടും സുരക്ഷിതമാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ആ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇന്ന് പല കുടുംബങ്ങളിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ല, ഒരുമിച്ചുള്ള കൂട്ടായ്മയില്ല, ഒരുമിച്ചുള്ള ആരാധനയില്ല. പ്രിയ ദൈവജനമേ, ഒരു കുടുംബത്തെ രക്ഷിക്കുന്നത് പണമല്ല, വിദ്യാഭ്യാസം മാത്രമല്ല, ബന്ധങ്ങൾ മാത്രമല്ല. ഒരു കുടുംബത്തെ യാഥാർത്ഥ്യത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ശക്തി ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലൈവ് ആമേൻ പലർക്കും ആമേൻ ലഭിച്ചുവെങ്കിലും ആമേൻ അത് ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് ആമേൻ കേൾക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് യൂട്യൂബിലും ആമേൻ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിരുന്നു. ആമേൻ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തു. ആമേൻ ഇന്ന് രാത്രി ഈ ലൈവ് നിങ്ങൾക്ക് ആമേൻ കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ ഒന്ന് അത് ടൈപ്പ് ചെയ്ത് അറിയിക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആമേൻ ഈ സന്ദേശം ആമേൻ കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദയവായി അറിയിക്കണമേ. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ ഈ പോഡ്കാസ്റ്റ് കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അത് ഫേസ്ബുക്കിൽ ആമേൻ ചില ടെക്നിക്കൽ പ്രോബ്ലം ആമേൻ എന്റെ അക്കൗണ്ടിൽ ആമേൻ നേരിട്ടത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവിൽ കടന്നു വരാഞ്ഞത്. ആമേൻ. അത് പരിഹരിക്കപ്പെട്ടു എന്ന ബോധ്യമായ നിശ്ചയമായും വരും ദിനങ്ങളിൽ കണ്ടിന്യൂ ആയി ആമേൻ ശുശ്രൂഷയിൽ ആമേൻ സജീവമാകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഒരു കുടുംബത്തെ യഥാർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ശക്തി ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, ഇതൊരു വാഗ്ദാനം മാത്രമല്ല, ഇതൊരു ആത്മീയ നിയമമാണ്. ഹല്ലേലൂയ. അതെ, പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, അത് ശക്തിയാണ്. ആമേൻ. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ശക്തിയാണ്. പക്ഷെ ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വിസ്ഫോടന ശക്തിയാണ്. ആമേൻ. ഒരു പിതാവ്, ഒരു മാതാവ്, മക്കൾ ഹല്ലേലൂയ ഒരുമിച്ച് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ വീട്ടിൽ ഒരു ആത്മീയ അന്തരീക്ഷം മാറുവാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ആമേൻ കലഹങ്ങൾ കുറയും. ഹല്ലേലൂയ. കാരണം ദൈവം ഇടപെടുന്നു. ആമേൻ. സമാധാനം വരും. കാരണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ആമേൻ. മക്കളുടെ ജീവിതം മാറും. കാരണം ദൈവത്തിന്റെ കൈ ആമേൻ തൊടുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടും. കാരണം വീട് ഒരു ബലിപീഠമായി മാറുന്നു. ഹല്ലേലൂയ. ആമേൻ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇതൊരു തീരുമാനമാണ് പ്രിയരെ, ഒരു കുടുംബം എടുത്ത ഒരു ആത്മീയ തീരുമാനം. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ ആമേൻ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് നിന്ന് ഒരു സത്യം, ആത്മീയ സത്യം നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സാത്താൻ ഭയപ്പെടുന്നത് വലിയ പ്രസംഗകരെ അല്ല. പ്രൈസ് ദി ലോർഡ്. പലരും പറയുന്നു, എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ആമേൻ. എനിക്ക് പ്രസംഗിക്കാൻ വേദികളില്ല. ആമേൻ. എന്നെ ശുശ്രൂഷിക്കാൻ ആരും വിളിക്കുന്നില്ല. എന്നെ പ്രസംഗിക്കാൻ ആരും വിളിക്കുന്നില്ല. ആമേൻ. വലിയ പ്രസംഗകരെ അല്ല സാത്താന് ഏറ്റവും വലിയ വേദന. അവൻ ഭയപ്പെടുന്നത് അവൻ പ്രാർത്ഥിക്കുന്നവരെയാണ്. അവൻ ഭയപ്പെടുന്നത് ഒരുമിച്ച് മുട്ടുകുത്തുന്ന കുടുംബങ്ങളെയാണ്. കാരണം അത്തരം വീടുകളിൽ ദൈവത്തിന്റെ അധികാരം പ്രവർത്തിക്കുന്നു. നീയും ഭാര്യയുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ? നീയും മക്കളുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ? മനസ്സിലാക്കണം, ആമേൻ, നിന്റെ കുടുംബത്തിനെതിരെ വലിയ പോരാട്ടമാണ്. പ്രവർത്തകരുടെ പുസ്തകം 16:31. ആമേൻ. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയിൽ കുടുംബം രക്ഷ, ആമേൻ, ഹല്ലേലൂയ, കുടുംബത്തിന്റെ രക്ഷ, ആമേൻ, ഹല്ലേലൂയ, ഉൾപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കാതിൽ, ആമേൻ, ഇടപെടുന്ന, കാതിൽ കേൾപ്പിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ ശബ്ദം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാം. ഹല്ലേലൂയ. ദൈവം കുടുംബങ്ങളെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ, ശുശ്രൂഷയിൽ, ആമേൻ, ഞാൻ അതേ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നോട്, ആമേൻ, ഇടപെടുന്നത് ചില കുടുംബങ്ങളെ ഞാൻ വിളിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് വരൂ, ഒരുമിച്ച് വരൂ, ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നതാണ്. നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നതാകാം, പക്ഷേ ഇനി കുടുംബ പ്രാർത്ഥന ആരംഭിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നു മുതൽ ഒരു ചെറിയ സമയം മാറ്റിവെക്കൂ. ആമേൻ. ഒരു ചെറിയ, ആമേൻ, സമയം വേർതിരിച്ച് വചനം, ആമേൻ, തുടർമാനമായി വായിക്കുവാൻ തയ്യാറാകൂ. ഒരുമിച്ച് മുട്ടുകുത്തു. ആമേൻ. നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണത്തക്ക വിധത്തിൽ വീട്ടിൽ ഒരു മാറ്റം തുടങ്ങുക. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തന പുസ്തകം 133:1. ആമേൻ. ഹല്ലേലൂയ. അതേ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നുവെന്ന്. ഹല്ലേലൂയ. അതേ സഹോദരന്മാർ ഏക മനസ്സോടെ പാർക്കുന്നത് എത്ര നല്ലതും മനോഹരവുമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പല വീട്ടിനകത്തും, ആമേൻ, സഹോദരി സഹോദരന്മാരൊക്കെ ഒരുമിച്ച് പാർക്കുന്നുണ്ടെങ്കിലും, ഹല്ലേലൂയ, അത് അത്ര മനോഹരമല്ല, അത് അത്ര സന്തോഷവുമല്ല. കാരണം പ്രാർത്ഥിക്കാൻ ഒരുമിക്കത്തില്ല. ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാനും മറ്റു കുശലാവർത്താനങ്ങളൊക്കെ നടത്താനും ഒരുമിച്ച് കൂടും. പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ദൈവവചനം ധ്യാനിപ്പാൻ ഒരുമിച്ച് കൂടത്തില്ല. ഒരുമ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ആകർഷിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി, ആമേൻ, ചില കുടുംബങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നു, നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉയരും. ഹല്ലേലൂയ. അതിന് നീ മുന്നിട്ടിറങ്ങണം. ആര് വന്നാലും ശരി, ആര് വന്നില്ലെങ്കിലും ശരി, ആര് ഇരുന്നാലും ശരി, ആര് ഇരുന്നില്ലെങ്കിലും ശരി, ഞാൻ ഒരു നിശ്ചിത സമയത്ത് എന്റെ വീട്ടിനകത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഓ, ഞാൻ വചനം വായിക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. കലഹത്തിന്റെ ആത്മാവ് പുറത്താക്കപ്പെടും. ഹല്ലേലൂയ. ഓ, സമാധാനം നിന്റെ വീട്ടിൽ വസിക്കുന്നു. ആമേൻ. മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി അനുഭവപ്പെടും. ആമേൻ. നിന്റെ വീട് ഒരു പ്രാർത്ഥനാ ഗ്രഹമായി മാറും.
പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ രാത്രിയിലെ മെസ്സേജിന് വേണ്ടി ഇന്ന് പകൽ 3 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി തയ്യാറായി. 1 മണിക്കൂർ ഞാൻ വീട്ടിലും, 2 മണിക്കൂർ അമേൻ എന്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുവിട്ടിട്ട് അമേൻ ഞാൻ അമേൻ അതേ ഇരുന്ന് ഹല്ലേലൂയ അതേ മറ്റാരും ഡിസ്റ്റർബില്ലാതെ അമേൻ 2 മണിക്കൂർ ഇരുന്ന് അമേൻ ഇന്ന് രാത്രിയില് ഈ ലൈവിന് വേണ്ടിയുള്ള സന്ദേശം പ്രാർത്ഥിച്ച് ഒരുക്കപ്പെട്ടു. ഹല്ലേലൂയ അമേൻ. ഞാൻ ചെയ്യാത്ത കാര്യം മറ്റൊരാളോട് പറയുവാൻ തയ്യാറാകത്തില്ല. പ്രിയമുള്ളവരെ, ആരെ ബോധ്യപ്പെടുത്താനല്ല, പേരെടുക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായ അനുഭവപ്പെടും. നിന്റെ വീട് ഒരു പ്രാർത്ഥനാഗ്രഹമായി മാറും. അവൻ ശുശ്രൂഷ എന്ന് പറയുന്നത് കളിയല്ല. ആമേൻ. ശുശ്രൂഷ അവൻ ഗൗരവമുള്ളതാണ്. അത് ദൈവം ഏൽപ്പിക്കുന്നതാണ്. നാം ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന്റെ ആമേൻ വചനമാണ്. ഈ ശുശ്രൂഷ എന്നെ ഫലമേൽപ്പിച്ചത് ദൈവമാണ്. അതിന് കൊടുക്കേണ്ട ആ വില കൊടുത്തുകൊണ്ട്, അതിന് കൊടുക്കേണ്ട മാന്യത കൊടുത്തുകൊണ്ട്, അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തുകൊണ്ട് നാം അത് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ യുദ്ധം ഇന്ന് ലോകത്തിൽ കാണുന്ന യുദ്ധമല്ല. ഏറ്റവും വലിയ യുദ്ധം സാമ്പത്തിക യുദ്ധമല്ല, രാഷ്ട്രീയ യുദ്ധമല്ല. ഇത് തലമുറയ്ക്കുള്ള ആത്മീയ യുദ്ധമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു തലമുറ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. മക്കൾ ദൈവത്തെ മറക്കുന്നു. പ്രാർത്ഥിച്ചില്ലെങ്കിലും ആഗ്രഹിക്കുന്നതെല്ലാം അതത് സമയത്ത് ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചില്ലെങ്കിലും, ദൈവത്തോട് അടുത്തില്ലെങ്കിലും, ഉപവസിച്ചില്ലെങ്കിലും അവരുടെ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ നടക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായി എന്ത് ചെയ്യാം. പ്രിയമുള്ളവരെ, എന്റെ ബാല്യകാലത്ത് ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ആ ആഗ്രഹങ്ങൾ അതേ സഫലീകരിക്കപ്പെടണമെങ്കിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കണമായിരുന്നു, ഉപവസിക്കണമായിരുന്നു, പ്രാർത്ഥിക്കണമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, കരച്ചിലില്ല. ഒച്ചയും ബഹളവും കാര്യം നേടി കിട്ടിയില്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നല്ലേ, അപ്പനെ കൊലപ്പെടുത്തിയിട്ടാണെങ്കിലും, അമ്മയെ വെട്ടിയിട്ടാണെങ്കിലും, ജീവിത പങ്കാളിയെ അതേ നശിപ്പിച്ചിട്ടാണെങ്കിലും, അതാണെന്നില്ല, പെണ്ണെന്നില്ല, സ്വാർത്ഥ താല്പര്യങ്ങൾ നിവർത്തിപ്പാൻ വേണ്ടി അതേ മക്കൾ ദൈവത്തെ മറക്കുന്നു. ലോകത്തിന്റെ സ്വാധീനം ശക്തമാകുന്നു. മൂല്യങ്ങൾ മാറുന്നു. അപ്പന് വിലയില്ല, അമ്മയ്ക്ക് വിലയില്ല, ബന്ധങ്ങൾക്ക് വിലയില്ല, സ്ഥാനങ്ങൾക്ക് വിലയില്ല. പണമുണ്ടോ? മൂല്യങ്ങൾ മാറുന്നു. ഇതെല്ലാം കണ്ട് മാതാപിതാക്കൾ നിരാശപ്പെടുന്നു. ഇതൊരു സാധാരണ മാറ്റമല്ല, ഇതൊരു ആത്മീയ പോരാട്ടമാണ്. ശത്രുവിന്റെ ലക്ഷ്യം വ്യക്തമാണ്. എന്താ ശത്രുവിന്റെ ലക്ഷ്യം? വ്യക്തമാണെന്ന് പറയുവാൻ കാരണം തലമുറയെ പിടിച്ചെടുക്കുക. അവൻ ദൈവത്തിൽ നിന്ന് തലമുറയെ അകറ്റി കൊണ്ടുപോകുക.
കാരണം ഒരു തലമുറ നഷ്ടപ്പെട്ടാൽ ഭാവിയെ തന്നെ ബാധിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ആമേൻ, യഹോവയെ അറിയാത്ത മറ്റൊരു തലമുറ ഉയർന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇതാണ് ഏറ്റവും വലിയ അപകടം, ദൈവത്തെ അറിയാത്ത തലമുറ. അപ്പൊ ഇന്ന് പല വീടുകളിലും ഇതാണ് അവസ്ഥ. ആത്മീയ കാര്യം മാത്രം പറയരുത്. വേറെ എന്ത് വേണമെങ്കിലും പറയാം. പ്രാർത്ഥിക്കാൻ പറയരുത്, പാടാൻ പറയരുത്, ആമേൻ, ബൈബിൾ വായിക്കാൻ പറയരുത്, ആമേൻ, ദൈവവചനം ഡിസ്കസ് ചെയ്യരുത്. വേറെ എന്ത് കാര്യത്തിനും ആമേൻ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. പ്രാർത്ഥനയിൽ താല്പര്യം കുറയുന്നു. ലോകം അവരുടെ ഹൃദയം പിടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കൾ ചോദിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്? രാത്രി ആത്മീയ സത്യം ഞാൻ പറയട്ടെ, തലമുറയുടെ പോരാട്ടം വെറും ശീലങ്ങളുടെ പ്രശ്നമല്ല, ഇത് ആത്മീയ അധികാരത്തിന്റെ പ്രശ്നമാണ്. ആരുടെ സ്വാധീനം ശക്തമാണോ, ആരാണോ ജയിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ 78:4 ഞങ്ങൾ നമ്മുടെ മക്കൾക്ക് യഹോവയുടെ പ്രവൃത്തികളെ അറിയിക്കുക. ആമേൻ. ഇത് ദൈവത്തിന്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം തലമുറകളിലേക്ക് കൈമാറും. രാത്രി എത്ര പേർ ദൈവശബ്ദം കാതുകളിൽ കേൾക്കുന്നുണ്ട്? എത്ര പേരോട് ആത്മാവ് ഇടപെടുന്നുണ്ട്? രാത്രി നിരാശപ്പെട്ടിരിക്കുന്ന ചില മാതാപിതാക്കളോട് ദൈവം സംസാരിക്കുന്നു. ഭാരത്തോടായിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവം സംസാരിക്കുന്നു. നിരാശപ്പെടരുത്, തളരരുത്, ഭ്രമിക്കരുത്. ഞാനിപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ മകൻ ഇപ്പോൾ അകന്നു പോയാൽ ദൈവത്തിന്റെ കൈ ആമേൻ അവരെ പിടിക്കുവാനിടയാണ്, അവരെ സ്പർശിക്കുവാനിടയായി. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നഷ്ടപ്പെട്ട വർഷങ്ങളെ ഞാൻ പുനഃസ്ഥാപിക്കും. ഇത് ഒരു സാധാരണ വാക്കല്ല, ആമേൻ, ഒരു വാഗ്ദാനമാണ്. അതിപ്രിയരെ, നഷ്ടപ്പെട്ട വർഷങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട ആത്മീയ തീ ആമേൻ ദൈവം തിരികെ കൊണ്ടുവരുവാൻ. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ ആമേൻ പറയും? നഷ്ടപ്പെട്ട തലമുറ തിരികെ വരും. അകന്നുപോയ മക്കൾ ദൈവത്തിലേക്ക് മടങ്ങി വരും. വീടുകളിൽ ആത്മീയ ഉണർവുണ്ടാകും. നിരാശ പ്രത്യാശയായി മാറും. ദൈവത്തിന്റെ കുടുംബത്തെ മറന്നിട്ടില്ല. ദൈവത്തിന്റെ മക്കളെ വിട്ടുകളഞ്ഞിട്ടില്ല. തലമുറയുടെ പോരാട്ടത്തിൽ വിജയം ദൈവത്തിൻ്റെതാണ്. അതിനാൽ ഹല്ലേലൂയ ജീസസ്, നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൽ വിജയം ദൈവത്തിൻ്റെതാണ്. അതിനാൽ നിന്റെ കുടുംബത്തിന്റെ
അത് നിന്റെ കുടുംബം അവൻ സന്തോഷിപ്പാ വിജയിപ്പാ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നമ്മുടെ ഇന്നലെ മാത്രം മാറ്റുന്നില്ല. ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളെ മാത്രം മാറ്റുന്നില്ല. തലമുറകളെ തന്നെ മാറ്റുന്ന തീരുമാനങ്ങളുണ്ട്. അത്തരമൊരു തീരുമാനമാണ് ഒരു കുടുംബം ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന തീരുമാനം. യോശുവയുടെ പുസ്തകം 24:15 നാം വായിച്ചത്, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഇതൊരു വാക്ക് മാത്രമല്ല, ഇതൊരു ആത്മീയ പ്രഖ്യാപനമാണ്. യോശുവ ഈ വാക്ക് പറഞ്ഞപ്പോൾ അവനൊരു വ്യക്തിപരമായ തീരുമാനമെടുത്തില്ല, അവനൊരു കുടുംബ തീരുമാനമെടുത്തു. ഞാൻ മാത്രമല്ല, എന്റെ വീട്ടിലുള്ളവർ. ഇതൊരാഴമുള്ള ആത്മീയ സത്യമാണ്. ഒരു കുടുംബത്തിന്റെ ദിശ ഒരു വ്യക്തിയുടെ തീരുമാനത്തിൽ നിന്ന് ആരംഭിക്കുന്നു. പ്രിയരെ, ഒരു പിതാവിന്റെ തീരുമാനം, ഒരച്ഛന്റെ തീരുമാനം കുടുംബത്തിന്റെ ആത്മീയ ദിശ നിശ്ചയിക്കുക. ഒരമ്മയുടെ പ്രാർത്ഥന കുടുംബത്തിന്റെ ആത്മീയ അന്തരീക്ഷം മാറ്റി. ഒരു വീട്ടിലെ തീരുമാനം തലമുറകളുടെ ഭാവി. ജ്ഞാനിയായ ശലോമോൻ എഴുതിയ സദൃശവാക്യങ്ങൾ 22:6. ആമേൻ. ബാലനെ അവൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് മാറുകയില്ല. ഒരു കുഞ്ഞിനെ അവന്റെ വഴിയിൽ പരിശീലിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് മാറുകയില്ല. പ്രിയരേ, ഇത് ദൈവത്തിന്റെ സിദ്ധാന്തമാണ്. ഇന്ന് നാം വായിക്കുന്നത്, ഇന്ന് നാം കേൾക്കുന്നത്, ഇന്ന് നാം വിതയ്ക്കുന്നത് നാളെ തലമുറക്ക് ഉയരും. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ശാന്തമായി സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആഴമേറിയ ചില ആത്മീയ സത്യങ്ങൾ അവയെ നൽകുകയാണ്. ഒരു കുടുംബം ദൈവത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു വ്യക്തിപരമായ കാര്യമല്ല, അതൊരു തലമുറയുടെ വഴിത്തിരിവാണ്. ചില തീരുമാനങ്ങൾ സമയം മാത്രമല്ല മാറ്റുന്നത്, ചരിത്രം തന്നെ മാറ്റുന്നത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം, ആമേൻ. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ 1000 തലമുറകൾ വരെ ദയ കാണിക്കുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? എത്ര പേർ തീരുമാനമെടുക്കും? ആമേൻ. ദൈവം ചില കുടുംബങ്ങളെ വിളിക്കുന്നു, ദൈവം ചില ജീവിതങ്ങളെ വിളിക്കുന്നു, ദൈവം ചില വ്യക്തികളെ വിളിക്കുന്നു. ആമേൻ. നീ ഒരാൾ തീരുമാനിച്ചാൽ നിന്റെ വീട് മാറും. നിന്റെ വീട് മാറിയാൽ നിന്റെ തലമുറ മാറും. ആമേൻ. നിന്റെ പിതാവ് തീരുമാനം, ഹല്ലേലൂയ. നിന്റെ അച്ഛന്റെ തീരുമാനം മക്കളുടെ ഭാവിയെ മാറ്റും. ആമേൻ. ഒരു അമ്മയുടെ പ്രാർത്ഥന, ഒരു മാതാവിന്റെ പ്രാർത്ഥന തലമുറകളെ രക്ഷിക്കും. ആമേൻ. ഒരു കുടുംബത്തിന്റെ സമർപ്പണം ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ടുവരുവാൻ, അനുഗ്രഹത്തിന്റെ ഡോറ് ഓപ്പൺ ആക്കുവാനിടയാണ്. രാത്രി ആത്മാവിൽ ചില ജീവിതങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ദൈവത്തെ തെരഞ്ഞെടുക്കുന്ന ആമേൻ, ഹല്ലേലൂയ. നിന്റെ വീട്, നിന്റെ ജീവിതം ഉയരുവാൻ തക്കവണ്ണമിടയാണ്. നിന്റെ കുടുംബം ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തിന്റെ നന്മ നിന്റെ വീട്ടിൽ വെളിപ്പെടുവാനിടയാണ്. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. യോശുവയോട് ചേർന്ന് എത്ര പേർ പറയും, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രിയ ദൈവജനമേ, ദൈവം കുടുംബങ്ങളെ
അനുഗ്രഹിക്കുന്നത് സ്വന്തം സന്തോഷത്തിനായി മാത്രമല്ല, അവൻ ആഗ്രഹിക്കുന്നത് ജീവിക്കുന്ന സാക്ഷികളായി കാണുവാൻ. ഇന്നത്തെ പേർ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷിയായി മാറണം. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു തെളിവായി മാറണം. ഒരു കുടുംബം ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ അത് മറച്ചു വെക്കുവാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണും. അപ്പോൾ ലോകം ചോദിക്കും, എന്തുകൊണ്ട് ആ വീട്ടിൽ സമാധാനം, എന്തുകൊണ്ട് അവരുടെ മക്കൾ നന്നായി, എന്തുകൊണ്ട് അവരുടെ ജീവിതം മാറി. ചില വീട്ടിൽ ചില നന്മകളൊക്കെ കാണുമ്പോൾ, അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച് ഉയരുമ്പോൾ, എന്തുകൊണ്ട് ആ വീട്ടിൽ ആ മാറ്റം കാണുന്നു, എന്തുകൊണ്ട് ആ വീട്ടിൽ സമാധാനം, എന്തുകൊണ്ട് അവരുടെ മക്കൾ നന്നായി, എന്തുകൊണ്ട് അവരുടെ ജീവിതം മാറി. ഇതൊരു സ്വാഭാവിക പ്രതികരണമാണ്. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതി, 1 ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ചോദിക്കുന്നവർക്ക് ഉത്തരം പറയാൻ സന്നദ്ധരായിരിക്കുകയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ മറച്ചു വെക്കുവാനല്ല, അത് പ്രഖ്യാപിക്കുവാനാണ്. ദൈവം ചില നന്മകളൊക്കെ തന്നാൽ അത് മറച്ചു വെക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ മറച്ചു വെക്കാനല്ല, അത് പ്രഖ്യാപിക്കുവാനാണ്. ഒരു കുടുംബത്തിന്റെ സമാധാനം ഒരു സന്ദേശമാണ്. ഒരു കുടുംബത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഒരു കുടുംബത്തിന്റെ മാറ്റം ഒരു പ്രസംഗമാണ്. ദൈവം നിന്റെ ജീവിതം മാറ്റുന്നത് നിന്നെ മാത്രം രക്ഷിക്കാനല്ല, നിന്നെ ഒരു സാക്ഷിയാക്കാനാണ്. നിന്റെ വീട് ഒരു പ്രകാശമുള്ള നഗരമാകണം. അതുകൊണ്ടാണ് പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു വിളിയാണ്, ഓരോ വിശ്വാസിക്കുമുള്ള ഒരു ദൗത്യമാണ്. രക്ഷിക്കപ്പെട്ട നാളിൽ വരെ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നതല്ലാതെ ആരെങ്കിലും പറയുമോ, ഇന്ന സഹോദരി മുഖാന്തരം, ഇന്ന വ്യക്തി മുഖാന്തരം, ആ വ്യക്തി പ്രാർത്ഥിച്ചത് മുഖാന്തരം, ആ വ്യക്തിയുടെ സാക്ഷ്യം മുഖാന്തരം, ആ വ്യക്തിയുടെ ഇടപെടൽ മുഖാന്തരം എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത്, ഇന്ന വ്യക്തി വന്നതുകൊണ്ടാണ് ഞാൻ ഈ നിലയിലായത്. ചിലർ പറയും ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചത്, ചിലർ പറയും ഞാൻ കുറെ കാലം കർത്താവിന് വേണ്ടി ഓടിയത്. പക്ഷെ സ്വയം പറയാതെ മറ്റാരെങ്കിലും പറയുമോ, ഇന്ന വ്യക്തി മുഖാന്തരമാണ് ഞാൻ ദൈവത്തോട് അടുത്തത്, ഇന്ന വ്യക്തി മുഖാന്തരമാണ് ഞാൻ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണമിടയായത്, ഇന്ന വ്യക്തിയുടെ പ്രാർത്ഥന മുഖാന്തരമാണ് എന്റെ ജീവിതം ധന്യമായത്. ദൈവം ചില കുടുംബങ്ങളെ ഉയർത്തുന്നു. നിങ്ങൾ വിശ്വസ്തരാണ്, നിങ്ങൾ പ്രകാശമായി നിൽക്കും. നിന്റെ വീട്ടിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾക്കായി മാത്രമല്ല, നിന്റെ അയൽക്കാർ കാണും, നിന്റെ ബന്ധുക്കൾ കാണും, നിന്റെ ദേശം കാണും. അപ്പോൾ അവർ മനസ്സിലാക്കും ഇവരുടെ ജീവിതത്തിൽ എന്തോ വ്യത്യാസമുണ്ട്. അതെ, ജീവിക്കുന്ന ദൈവം അവരുടെ കൂടെയുണ്ട്. ദൈവം അവരുടെ കൂടെയുണ്ട്. യോശുവയുടെ പുസ്തകം 60:1 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ വെളിച്ചം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് നിനക്കുള്ള ദൈവിക സന്ദേശമാണ്. ഇത് ദൈവത്തിന്റെ നിന്റെ കുടുംബം ഒരു സാക്ഷിയായി ഉയരും. നിന്റെ വീട് ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കും. നിന്റെ ജീവിതം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കും. നിന്റെ ദേശത്ത് നീ ഒരു വെളിച്ചമായി നിൽക്കും. നിന്റെ ജീവിതം കണ്ട് മനുഷ്യർ പറയും, ദൈവം ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ സംസ്കരിക്കുവാനാണ്. പ്രിയ ദൈവജനമേ, പുനർനിർമ്മാണം ഒരു വികാരമല്ല, അതൊരു പ്രക്രിയയാണ്.
തകർന്നത് വീണ്ടും പണിയുവാൻ ശക്തമായ അടിത്തറകൾ ആവശ്യമാണ്. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ആമേൻ, ജനങ്ങൾ മനസ്സോടെ പണിയാൻ തുടങ്ങി. ആമേൻ, ഇതാണ് രഹസ്യം. മനസ്സും സമർപ്പണവുമുള്ള ആമേൻ പുനർനിർമ്മാണം. ഹല്ലേലൂയ. ആമേൻ, ഒരു വീട് പണിയുമ്പോൾ അടിത്തറ ശരിയല്ലെങ്കിൽ അത് നിലനിൽക്കുകയില്ല. ഇന്ന് മിക്ക വീട്ടിലെയും പ്രശ്നമാണ്. ഭർത്താവ് ജോലിക്ക് പോയി ലഭിക്കുന്ന പണം കൊണ്ടുവന്ന് കുടുംബകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭാര്യ വീട്ടിൽ പ്രാർത്ഥിക്കാനോ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനോ കുടുംബത്തിലെ കാര്യം ഭംഗിയായി ചെയ്യാനോ ഒന്നും തയ്യാറാകാതെ ആമേൻ എല്ലാവരുടെയും കാര്യമില്ല കേട്ടോ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരോട് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ആമേൻ, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിന്റെ തിരക്കേറിയ സമയത്ത് അവർ സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ കണ്ണുനീരോടായിരിക്കുന്നവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുപോലെ ഒരു വീട് പണിയുമ്പോൾ അടിത്തറ ശരിയില്ലെങ്കിൽ അത് നിലനിൽക്കുകയില്ല. അതുപോലെ ആത്മീയ ജീവിതവും ശക്തമായ അടിസ്ഥാനത്തിൽ പണിയണം. ഹല്ലേലൂയ. പുനർനിർമ്മാണത്തിന് ആവശ്യമായ അടിത്തറകളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദിവസവും പ്രാർത്ഥന. ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പോരാ, 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ പോരാ. ആമേൻ. ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ച് 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ പോരാ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിരന്തരം പ്രാർത്ഥിപ്പീൻ, നിരന്തരം പ്രാർത്ഥിപ്പീൻ. പ്രിയമുള്ളവരെ, ഈ 1 മണിക്കൂർ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ 3 മണിക്കൂർ ആമേൻ സമയമെടുത്തു. ഇത് ദൈവവുമായി ദിവസേനമുള്ള ബന്ധം ഉറപ്പിക്കും. ആമേൻ. ഏതാ? നിരന്തരമുള്ള പ്രാർത്ഥന. ആമേൻ. ദൈവവചനം വായിക്കുക. ഈ വചനം വായിക്കാതെ കണ്ട് എനിക്ക് ഇത് ക്രമീകരിക്കാൻ പറ്റും. ആമേൻ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആമേൻ ഈ ന്യായപ്രമാണ പുസ്തകം നിന്റെ വായിൽ നിന്ന് മാറരുതെന്നാണ്. ഹല്ലേലൂയ. കാരണം വചനം ജീവിതത്തിന് ദിശ നൽകുന്ന പ്രകാശമാണ്. പ്രിയരെ, കുടുംബ പ്രാർത്ഥന. ആമേൻ. ഒരു ദിവസം ആഹാരം കഴിക്കാതെ കിടക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറി ആഹാരം ഉണ്ടാക്കാതിരിക്കും. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതിരിക്കും. എത്ര വൈകി കിടന്നാലും ആ എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ചെയ്യേണ്ടതൊക്കെ ചെയ്യും. പക്ഷേ പ്രാർത്ഥിക്കേണ്ട സമയത്ത് സന്ധ്യ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, ആമേൻ, മധ്യാഹ്ന പ്രാർത്ഥന, ആമേൻ, നീ ചെയ്യൂ. ആമേൻ. അതിനൊക്കെ സമയങ്ങൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പക്ഷേ അടുക്കള കയറുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഹല്ലേലൂയ, യാത്ര പോകുന്ന കാര്യം, ഇതിലൊന്നും മാറ്റം വരുന്നില്ല. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18:20 രേഖപ്പെടുത്തിയിരിക്കുന്നതാ, എന്റെ നാമത്തിൽ 2-3 പേർ കൂടിയെടുത്ത്. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, ഒരുമ ദൈവത്തിന്റെ സാന്നിധ്യം ആകർഷിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വിശുദ്ധി ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വാതിൽ തുറക്കും. ഹല്ലേലൂയ. അതേ സഭയോടുള്ള ബന്ധം എബ്രായർ 10:25 കൂടി വരുന്നത് ഉപേക്ഷിക്കരുത്. സഭ ആത്മീയ വളർച്ചയുടെ അന്തരീക്ഷമാണ്. ആമേൻ. ഇവയാണ് കുടുംബത്തിന്റെ ആത്മീയ മതിലുകൾ. ഈ മതിലുകൾ നിലനിൽക്കുമ്പോൾ കുടുംബം ഉറച്ചു നിൽക്കും. ഈ മതിലുകൾ തകർന്നാൽ ആത്മീയ ജീവിതം തകരും. രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയുക, ഒരാത്മീയ സത്യം. അതെ, പുനർനിർമ്മാണം കൊണ്ട് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഈ പുനർനിർമ്മാണം എന്നൊക്കെ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ആമേൻ. ദിവസേന ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും.
സങ്കീർത്തനങ്ങൾ 11:3 അടിസ്ഥാനം തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന്. അതിനാൽ അടിത്തറ പണിയുക അനിവാര്യമാണ്. ദൈവം പറയുന്നു, വീണ്ടും പണിയാൻ തുടങ്ങും. അടിത്തറ ശരിയാക്കൂ. നീ ഇതുവരെ തകർന്നത് ആമേൻ കണ്ടു കരഞ്ഞു. ആമേൻ, ഇനി നീ പണിയാൻ തുടങ്ങണം. ഇന്നു മുതൽ നീ ഒരു ചെറിയ പ്രാർത്ഥന തുടങ്ങും. ആമേൻ, വചനം വായിക്കും. കുടുംബമായി സമയം വേർതിരിച്ച് ആമേൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. ആമേൻ, നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തക്ക വിധത്തിൽ ആ പുനർനിർമ്മാണം ഹല്ലേലൂയ ആരംഭിക്കും. നിന്റെ ആത്മീയ ജീവിതം പണിയപ്പെടും. നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുടെ അടിത്തറ ഹല്ലേലൂയ വചനത്തിന്റെ പ്രകാശം വീണ്ടും തെളിയും. ആമേൻ, വിശുദ്ധി വീണ്ടും സ്ഥാപിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. സഭയോടുള്ള ബന്ധം ശക്തമാകും. നിന്റെ കുടുംബത്തിന്റെ മതിലുകൾ വീണ്ടും ഉറപ്പുള്ളതായി മാറും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ വെളിച്ചം വന്നിരിക്കുന്നു. പ്രിയമുള്ളവർ, ഇതൊരു ഉപദേശമല്ല, ഇതൊരു വിളിയാണ്. എഴുന്നേൽക്കാനുള്ള വിളി. ഇന്ന് രാത്രി എത്ര പേർ ആ ശബ്ദം കാതോർക്കും? നീ ഇതുവരെ കരഞ്ഞു, നീ നിരാശപ്പെട്ടു, നീ പലപ്പോഴും ചോദിച്ചു എന്തുകൊണ്ട്. പക്ഷെ ഇന്ന് ദൈവം പറയുന്നു, കരഞ്ഞത് മതി, നിരാശപ്പെട്ടത് മതി. ഇനി എഴുന്നേൽക്കൂ. ഇത് വെറും ആശ്വാസവാക്കല്ല, ഇത് ഒരു ദൈവിക കരച്ചിലിൽ നിന്ന് നിരാശയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് അമേൻ എഴുന്നേൽക്കുന്ന സമയമാണ്. മിക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം: ഞാൻ വീണാലും എഴുന്നേൽക്കും. ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. ദൈവം നിന്റെ വീട്ടിനെ കുറിച്ച് പ്രഖ്യാപിക്കുന്നു. നിന്റെ വീട് പ്രാർത്ഥനയുടെ വീടാകട്ടെ. യെശയ്യാ 56:7 എന്റെ വീട് പ്രാർത്ഥനാഗൃഹമെന്ന് വിളിക്കപ്പെട്ടു. ദൈവം പറയുന്നു, നിന്റെ കുടുംബം എന്റെ സാക്ഷിയാകട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 1:8 നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കും. ദൈവം പറയുന്നു, നിന്റെ തലമുറ എന്റെ സേവനത്തിനായി ഉയരട്ടെ. സങ്കീർത്തനങ്ങൾ 24:6 ആമേൻ, അവനെ അന്വേഷിക്കുന്ന തലമുറ. ഹല്ലേലൂയ. ആമേൻ, ഇതൊരു സ്വപ്നമല്ല, ഇതൊരു ദൈവിക നിയമനമാണ്. ദൈവം നിന്നെ വിളിക്കുമ്പോൾ അവൻ നിന്റെ ഭൂതകാലം നോക്കില്ല, അവൻ നോക്കുന്നത് നിന്റെ പ്രതികരണമാണ്. നീ എഴുന്നേൽക്കാൻ തയ്യാറാണോ? നീ ദൈവത്തെ തെരഞ്ഞെടുക്കുവാൻ തയ്യാറാണോ? കരച്ചിലിന്റെ കാലം അവസാനിക്കുന്നു. നിരാശയുടെ ബന്ധനങ്ങൾ പൊട്ടുന്നു. ആമേൻ, പുതിയ ആരംഭം നിന്റെ വീട്ടിൽ ആരംഭിക്കുന്നു. നിന്റെ വീട് പ്രാർത്ഥനയുടെ വീടാകും. നിന്റെ കുടുംബം ദൈവത്തിന്റെ സാക്ഷിയാകും. നിന്റെ തലമുറ ദൈവത്തെ സേവിക്കുന്ന തലമുറയാകും. ആമേൻ. എഴുന്നേൽക്കൂ, പ്രകാശിക്കൂ, ദൈവത്തിന്റെ സമയമെത്തി. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാൽ ആമേൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ എല്ലാ കണ്ണുകളും അടച്ചാൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി, ഈ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ ഹൃദയത്തെയും സ്പർശിക്കണം. നിശബ്ദരായി കരയുന്നവരുണ്ട്, തകർന്ന കുടുംബങ്ങളുണ്ട്, നിരാശയിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവേ, അവരുടെ ജീവിതത്തെ ഇടപെടണമേ. തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. തണുത്ത ഹൃദയങ്ങളെ പണിയണമേ.
മങ്ങിപ്പോയ പ്രാർത്ഥനയെ വീണ്ടും ജ്വലിപ്പിക്കണമേ. കർത്താവേ, നഷ്ടപ്പെട്ട വർഷങ്ങളെ തിരികെ തരാമെന്ന് ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ആ വാഗ്ദാനത്തിനായി ആ വാഗ്ദാനം ഓരോ കുടുംബത്തിലും നിറവേറട്ടെ. അകന്നുപോയ മക്കൾ തിരികെ വരട്ടെ. വീടുകളിൽ സമാധാനം നിറയട്ടെ. അവിടുത്തെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്നു മുതൽ ഓരോ വീടും ഓരോ പ്രാർത്ഥനാ ഗ്രഹമായി മാറട്ടെ. ഓരോ പിതാക്കന്മാരും എഴുന്നേൽക്കട്ടെ. ഓരോ അമ്മമാരും പ്രാർത്ഥനയ്ക്കായി മുഴങ്കാൽ മടക്കട്ടെ. മക്കൾ ദൈവത്തിലേക്ക് തിരിയട്ടെ. കർത്താവേ, സാത്താന്റെ എല്ലാ പദ്ധതികളും തകരപ്പെടട്ടെ. ബന്ധനങ്ങൾ പൊളിയട്ടെ. ആത്മീയ ഉണർവ് ഓരോ കുടുംബത്തിലും ആരംഭിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഇന്ന് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഓരോ വീടുകളും അവിടുത്തേതാണ്. ഓരോ കുടുംബവും അവിടുത്തേതാണ്. കർത്താവേ, തലമുറകൾ ആരും നശിച്ചു പോകാനിടയാതെ എല്ലാവരും ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഉയർന്നു വരുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രാത്രി എല്ലാ കുടുംബങ്ങളും അവിടുത്തെ നാമത്താൽ പണിയപ്പെടുന്നതിനായി അവിടുത്തെ മഹത്വം കൊണ്ട് നിറയുന്നതിനായി സ്തോത്രം. ശുശ്രൂഷ പരടിനെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സകല മഹത്വം അവിടുത്തെ അടികൾക്കായി കാൽവരിയിൽ ജീവനർപ്പിച്ചു പുനീകരിച്ച കർത്താവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വചനം കേട്ട എല്ലാവരും സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കരച്ചിലിൻ രാത്രികൾ കടന്നു പോകും, പ്രഭാതത്തിൽ പ്രത്യാശുദിക്കും. തകർന്ന മതിലുകൾ ഉയർന്നു വരും, കർത്താവിന്റെ കൈകളാൽ പണിയും. നിശബ്ദ കണ്ണീർ ദൈവം കാണും, ഹൃദയത്തിന്റെ വേദന വന്നറിയും. നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരികെ തരാം, വാഗ്ദാനം ചെയ്യുന്ന ദൈവം വിശ്വസ്തൻ. നമുക്ക് എഴുന്നേറ്റ് പണിയാമിന്ന്, വിശ്വാസത്തിന്റെ മതിൽ ഉയർത്താം, വിശ്വാസത്തിന്റെ മതിൽ ഉയർത്താം. പ്രാർത്ഥനയുടെ തീ വീണ്ടും കത്തട്ടെ, കുടുംബം മുഴുവൻ ദൈവത്തിലേക്ക് വരട്ടെ. തലമുറകൾ നിന്റെ നാമം പാടട്ടെ, വീടുകൾ സാക്ഷിയായി മാറട്ടെ. നമ്മുടെ ജീവിതം വെളിച്ചമാകട്ടെ, ജീവിക്കുന്ന ദൈവം മഹത്വപ്പെടട്ടെ. രാത്രികൾ കടന്നു പോകും, പ്രഭാതത്തിൽ പ്രത്യാശ ഉദിക്കും. തകർന്ന മതിലുകൾ ഉയർന്നു വരും, കർത്താവിന്റെ കൈകളാൽ പണിയും. നിശബ്ദ കണ്ണീർ ദൈവം കാണും, ഹൃദയത്തിന്റെ വേദന അവനറിയും. നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരികെ തരാം, വാഗ്ദാനം ചെയ്യുന്ന ദൈവം വിശ്വസ്തൻ. നമുക്കെഴുന്നേറ്റ് പണിയാമിന്ന്, വിശ്വാസത്തിന്റെ മതിൽ ഉയർത്താം. പ്രാർത്ഥനയുടെ തീ വീണ്ടും കത്തട്ടെ, കുടുംബം മുഴുവൻ ദൈവത്തിലേക്ക് വരട്ടെ. തലമുറകൾ നിന്റെ നാമം പാടട്ടെ.
പാടട്ടെ. വീടുകൾ സാക്ഷിയായി മാറട്ടെ. നമ്മുടെ ജീവിതം വെളിച്ചമാകട്ടെ. ജീവിക്കുന്ന ദൈവം മഹത്വപ്പെടട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം പ്രയർ ഫാമിലി.